സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് പീഡിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ മോനെ താൻ യൂസ് ചെയ്യും. എന്നെ എൻ്റെ വീട്ടിൽ ഇനി എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എൻ്റെ ശരീരത്തിൽ കയറ്റി കൊണ്ട് ഇടുമോ എന്നൊക്കെ പേടിയുള്ളതുകൊണ്ട് എത്രയും വേഗം തന്നെ എന്നെ ടെസ്റ്റ് ചെയ്ത് ഞാൻ ഈ വക സാധനം ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തെളിയിക്കേണ്ട കടമ എനിക്കാണ്. സജനയുടെ ഇന്നലത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിമിഷം വരെയും ഇത്ര പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവിടെ MDMA അടിക്കുന്നു, ഇവിടെ MDMA അടിക്കുന്നു, ഇങ്ങനെയുള്ള കുറേ അപരാധ കഥകൾ പറഞ്ഞിട്ടും എന്തുകൊണ്ട് പോലീസ് ഈ നിമിഷം വരെ ഇവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ വിഷയത്തിൽ സകലമാന എണ്ണത്തിനെയും പൊക്കണം. ആരൊക്കെ ഈ ഒരു തെമ്മാടിത്തരം ചെയ്തിട്ടുണ്ടോ സകല എണ്ണത്തിനെ പൊക്കി അകത്തിടണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർ മാക്സിമം ഷെയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് നമ്മുടെ രമേശ് ചെന്നിത്തല സാറിൻ്റെ അടുത്ത് ഈ വീഡിയോ എത്തട്ടെ. കാര്യം ഇപ്പം ഓപ്പറേഷൻ തൂഫാനൊക്കെ ഉള്ളതല്ലേ, അവരൊക്കെ സത്യം പറഞ്ഞാൽ സ്പോട്ടിൽ ആക്ഷൻ എടുക്കണം. അവരൊക്കെ സോഷ്യൽ മീഡിയയാണ് കൂടുതൽ നിരീക്ഷിക്കേണ്ടത്. എങ്കിലേ നിങ്ങൾക്ക് കുറേ ആൾക്കാരെ കിട്ടത്തുള്ളൂ. ഇതിനകത്ത് ഒളിഞ്ഞും മറിഞ്ഞൊക്കെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെയൊക്കെയാണ് ഇതിനകത്ത് പിടിക്കേണ്ടത്. അല്ലാതെ നമ്മൾ പബ്ലിക്കിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ പിടിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ മെയിൻ ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ, അവരെല്ലാവരും പിടിക്കണം. എന്നാലും നമുക്ക് സജനയുടെ വീഡിയോയിലോട്ട് പോവാം, അതിനുശേഷം സംസാരിക്കാം. അപ്പോൾ എൻ്റെ മോളെ, നിനക്ക് മാത്രമല്ല ഫിറോസ് ഖാനും പിന്നെ എന്നെക്കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ ഒരുത്തിയുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറഞ്ഞിട്ടുമുണ്ട്. അത് കണ്ടിട്ട് ട്രിഗർ ചെയ്തിട്ട് അടുത്തൊരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്. റോഷ്നി എന്ന് പറഞ്ഞിട്ട് ദുബായിലെ ഏറ്റവും നമ്പർ 1, എനിക്കത് പറയാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരുത്തി. നിങ്ങൾ ഇപ്പോൾ അവളെ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇനി അവളുടെ ഫോട്ടോയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടെ ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കേട്ടാം. കാരണം ഫോട്ടോ എൻ്റെ കയ്യിലില്ല, കാണിച്ചു തരാം ഞാനത്. അവളാണ് റോഷ്നി. കാരണം എന്തായാലും ഞാൻ ഇത്രയും അറിയില്ലേ. അപ്പോൾ എന്നെയൊന്ന് ഭയങ്കര സജന ശരിക്കും പറഞ്ഞുണ്ടല്ലോ, എന്തായാലും ഞാൻ നാറി, ഇനി എനിക്കൊന്നും നോക്കാനില്ല, അപ്പോൾ എല്ലാ എണ്ണത്തിനും ഞങ്ങൾ എടുത്ത് വെളിയിലിടാം, ആ ഒരു മൈൻഡാണ്. എന്തായാലും സജന കാണിക്കുന്ന നല്ലൊരു കാര്യമാണ്. ഇതിൻ്റെ ബാക്കിൽ കിടക്കുന്ന എല്ലാ എണ്ണവും വെളിയിൽ വരട്ടെ, എന്താണ് സത്യം എന്നറിയണം. അതേ കണക്ക് തന്നെ ഫിറോസ് ഖാൻ മെനഞ്ഞാന്നിട്ടൊരു വീഡിയോയ്ക്കകത്ത് കുറേ നേരം വന്നിരുന്ന കുറേ ഡയലോഗുകൾ പറയുന്നുണ്ട്. അവിടെ എവിടെയും ഈ പറയുന്ന സജന പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു അലിഗേഷൻ ഉണ്ട്. ഒരു 17 വയസ്സൊരു കുട്ടിയായിട്ട് ഇയാൾക്കെന്തോ റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തരത്തിൽ പറഞ്ഞിട്ട് പോലും അയാൾ ആ വിഷയത്തിൽ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് ഫിറോസ് ഖാൻ വന്നിരുന്ന് സംസാരിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അങ്ങ് വളരെ പാവമായിട്ട് ആ ശബ്ദം ഒന്നും ഉയർത്തി സംസാരിക്കാതെ പുള്ളി ശരിക്കും പറഞ്ഞാൽ അങ്ങ് പക്കാ അഭിനയമായിട്ടാണ് എനിക്ക് തോന്നിയത്. ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് അങ്ങ് ഓവർ മാന്യത ചമയുവാണ്. ഇങ്ങനെയല്ല ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അറിയാം അത് കള്ളത്തരമാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയത്തിൽ ഇവറ്റകളൊന്നും ശരിയല്ല, ഭൂലോക തരികിടകളാണ്. ഇതിനെ എല്ലാത്തിൻ്റെയും പേരിൽ കേസിടുക. ഫിറോസ് ഖാനെതിരെയൊക്കെ ഈ പറയുന്ന ആ ഒരു ചെറിയ പെൺകുട്ടിയൊക്കെ രംഗത്ത് വന്നു കഴിഞ്ഞാൽ അത് അതിലും വലിയ പ്രശ്നമാകും. പിന്നെ അത് പോക്സോ കേസിൽ ചെന്ന് നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ഓവർ മാന്യതയും കാര്യങ്ങളൊക്കെ അങ്ങ് വിടുക. നിങ്ങളുടെയൊക്കെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാമെങ്കിൽ പറഞ്ഞു തീർക്കുക. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇമാരി അപരാധവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിയമപരമായിട്ട് ആരെങ്കിലും ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണം. കാര്യം ഈ തെമ്മാടിത്തരം ഒരിക്കലും അനുവദിക്കരുത്. കാര്യം ആ പിള്ളേരുടെ ഭാവിയെങ്കിലും നമ്മൾ സത്യം പറഞ്ഞാൽ ആലോചിക്കണം. ഇവർക്ക് അതിനെപ്പറ്റിയൊന്നും ചിന്തയൊന്നുമില്ല. മക്കളെ പറ്റി ഒരു മനുഷ്യർക്ക് ചിന്തയില്ല. ഫിറോസ് ഖാൻ വന്നിരുന്നെങ്കിൽ വലിയ രീതിയിൽ അയ്യോ എൻ്റെ മോനെ മറ്റേതാ മറിച്ചതെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിനക്കൊന്നും മക്കളോട് യാതൊരുവിധ സ്നേഹമില്ലെന്നുള്ളൊരു കാര്യം ഇതിൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പോരാത്തതിന് സജന വേറൊരു രീതിയിലുള്ളൊരു നരേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ മകനെ നിൻ്റെ കൂടെ വിടാനായിട്ട് പേടിയാണ്, എൻ്റെ മകനെ വരെ നീയൊക്കെ യൂസ് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ വളരെ വൃത്തികെട്ട രീതിയിലോട്ട് ഈ ഒരു സാധനം തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുക. അതായത് സ്വന്തം അച്ഛനെ കുറിച്ചാണ് ഈ പറയണത്. ആ കൊച്ചിൻ്റെ അച്ഛനെ പറ്റിയിട്ടാണ് ഈ സജന വന്ന് സംസാരിക്കുന്നത്. ബാക്കിയോടെ കേൾക്കാം. റോഷ്നി, നീ എന്നെ നശിപ്പിക്കാൻ നോക്കിയ നിന്നെ ഞാൻ വെറുതെ വിട്ടതാ, പോട്ടെ ജീവിക്കേ എന്ന് പറഞ്ഞ് വെറുതെ വിട്ടവളെ നീയായിട്ട് ചൊറിഞ്ഞ് മേടിക്കരുത്. പിന്നെ ഫിറോസ് ഖാനിന് ഓഫ് കോഴ്സ് അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഇനി എനിക്കറിയത്തില്ല. കാരണം ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളായിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഫിറോസ് ഖാൻ ഇത്രയും സപ്പോർട്ട് ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ ഈ റോഷിനി എന്നൊക്കെ പറയുന്ന ലേഡിക്ക് ഇതിനകത്തൊക്കെ വന്ന് പെടേണ്ട ആവശ്യം എന്താ? ഇനിയിപ്പോൾ നിങ്ങളെ പറ്റിയുള്ള കഥ വരും, നിങ്ങളുടെ ചരിത്രം എടുക്കാൻ കുറച്ച് ആൾക്കാർ അതിൻ്റെ പുറകെ നടക്കും, എന്നിട്ട് നിങ്ങളെ പറ്റിയെടുത്ത് കണ്ടന്റ് ചെയ്യും. എന്തിനാ ഇങ്ങനെ നാണം കെടാനായിട്ട് നിൽക്കുന്നത്? സ്വന്തം കാര്യം നോക്കി ഞങ്ങൾ നിന്നൂടെ. ഓൾറെഡി ഒരു നാറ്റ കേസാണിത്, മനസ്സിലായ? ഇത് രണ്ടും ശരിയല്ല. സജിനെ ഒരിക്കലും ശരിയാണെന്ന് ഞാൻ പറയത്തില്ല. അതേപോലെ തന്നെയാണ് ഫിറോസ് ഖാനും ആൾ റെഡിയല്ല. പിന്നെ ഇവരുടെ ഈ ലൂപ്പിനകത്ത് പെട്ട പുതിയ കുറേ ആൾക്കാരുടെ പേരുകളും വന്നിട്ടുണ്ട്.
അനാവശ്യമായിട്ട് എന്തിനാണ് കുറേ ക്യാരക്ടേഴ്സിന് ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് ഖാൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, സജിന എന്ന് പറയുന്നത് ഒരു മോശം സ്ത്രീയായിട്ട് നിങ്ങൾക്ക് സമൂഹത്തിന് മുന്നിൽ നിങ്ങൾക്ക് കാണിക്കണമായിരുന്നു. അതെന്തായാലും നിങ്ങൾ കാണിച്ചു. ജനങ്ങൾക്കും അത് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇവരുടെ ഇൻ്റർവ്യൂവിൽ നിന്ന് തന്നെ അത് നമുക്കത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് ഇത് വേറെ ഒരു കണ്ടൻറ്റാണ്. ചുമ്മാ തമാശയ്ക്ക് നമുക്ക് ഓരോ കാര്യങ്ങൾ പറയാം, എടുത്ത് ചെയ്യാം, കളയാം. പക്ഷേ ഇതിനകത്ത് കുറച്ച് സീരിയസ് കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇത് വേറൊരു ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ലേഡി ആയതുകൊണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണും. അതൊന്നും നമ്മൾ പറയുന്നില്ലേ. പിന്നെ ഫിറോസ് ഖാൻ ഒരു അലിഗേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞിൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം. അതായത് എൻ്റെയും ഫിറോസ് ഖാനും ജനിച്ച കുഞ്ഞിനെക്കുറിച്ച്. നാണമില്ലയോടോ തനിക്ക്? ഫോൺ തരുത്തില്ലടോ. ഇത്രയും നാൾ തനിക്ക് ഞാൻ ഫോൺ തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും തനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഫോൺ കോളും തന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കല്ല ഞാൻ കുഞ്ഞിനുള്ള സ്പേസ്. തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല, തന്നോട് ബഹുമാനം കൊണ്ടല്ല. ആ കുഞ്ഞിന് തന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാദർ എന്ന ഒരാളെ അവന് ആവശ്യമുണ്ട്. ഈ സജിനെ സംബന്ധിച്ച് യാതൊരു ദയയും കരുണയും സ്വന്തം മക്കളുടെ അടുത്തില്ല, വീട്ടുകാരുടെ അടുത്തില്ല, ആരോടെയും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഈ റസൂൽ പൂക്കുട്ടിയുടെ വൈഫിനെ പറ്റി വരെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എന്തോ അവർ മരിച്ചു പോകുന്ന പോട്ട് എന്നൊക്കെയുള്ള രീതി. അതായത് ഇവരൊരു മനുഷ്യ സ്ത്രീയായിട്ട് നമുക്ക് ഒരിക്കലും ഇവരെയൊന്നും കൂട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഒരിക്കലും ഇവരെ ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്യാത്തത്. ആരുടെ ഭാഗത്തും എനിക്ക് ന്യായം തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയാത്ത ആ പിള്ളേരൊക്കെ എന്ത് തെറ്റ് ചെയ്തിടേ. ഒന്ന് ആലോചിക്കുക. അവർ സമൂഹത്തിൻ്റെ മുന്നിൽ അവരിനി അങ്ങോട്ട് ഫേസ് ചെയ്യുന്നതിൻ്റെ ഇഷ്യൂസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെല്ലാവരും ഇതൊരു തമാശയായിട്ട് എടുക്കും, അത് കണ്ടന്റ് എന്നുള്ള രീതിയിൽ പറയും, കളയും. പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ അവരായിരിക്കും അങ്ങോട്ട് ഇത് അനുഭവിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ കുഞ്ഞും ഇതുപോലത്തെ ഒരു വേദന എൻ്റെ മൂത്ത മോള് അനുഭവിച്ചതുകൊണ്ട് ഞാൻ ആ തന്തയും മക്കളെയും പിരിപ്പിക്കാതെ നോക്കിയതാണ്. അത് തന്നോടുള്ള ബഹുമാനമല്ല, എൻ്റെ കുഞ്ഞിന് കിട്ടട്ടെ. അവന് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഞാനൊരു തള്ള വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. ഒരു തള്ള വേണ്ട, പോവേണ്ട, അങ്ങനെ ഇങ്ങനെയാണ്, വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ വെറുക്കപ്പെടും. പക്ഷെ ആ കുഞ്ഞിന് ഇപ്പോഴും തന്നോടൊരു ഇഷ്ടം തോന്നിക്കാൻ കാരണം ഞാൻ ഒരൊറ്റ എൻ്റെ അവിതാര്യമാണ്, എൻ്റെ ഭിക്ഷയാണോ അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മോനെ തനിക്ക് തരുന്നത് ഇനി തരുത്തില്ലടോ. കാരണം കുറച്ച് അലിഗേഷനും കൂടെ ഞാൻ തന്നെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ താൻ ഒരു ആണും പെണ്ണും കെട്ടവനാണെന്ന്. അതായത് ഫിറോസ് ഒരു ബൈസെക്ഷൽ ആണെന്നുള്ള രീതിയിൽ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ പുള്ളിക്കാരി സംസാരിക്കുന്നത്. അപ്പം എൻ്റെ മകൻ പോലും ഫിറോസിൻ്റെ അടുത്ത് സേഫ് അല്ല. ആ ഒരു നരേഷനാണ് ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നത്. സ്വന്തം മകനാണെന്ന് ആലോചിച്ചോണം. ആ മകൻ്റെ തന്തയാണോ ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്നും കൂടെ ആലോചിച്ചോണം. ദേഷ്യം ഉണ്ടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിലും ഒരാളെ തകർക്കാൻ ഇമാതിരി രീതിയിൽ വന്ന് പറയുന്നതിനകത്തോട്ട് എനിക്ക് യോജിപ്പില്ല. ഫിറോസ് ഖാൻ ആൾ റെഡിയല്ല, അവനെ അടിച്ചുകളാം. അത് ഞാൻ ഓൾറെഡി മനസ്സിലായി. അവൻ്റെ സംസാരത്തിലും അഭിനയത്തിലും അത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. ബോധം വിവരമുള്ളവർക്കും ആഹാരം കഴിക്കുന്നവർക്കും മനസ്സിലാക്കാന്നേ ഉള്ളൂ. ഫിറോസ് ഭയങ്കര ഓവറായിട്ട് വന്നിരുന്നിട്ട് എന്താ പറയണ്ട, ഓവർ വിനയവും ഓവർ ഡീസൻസിയും കാണിച്ചിട്ട് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. അത് സത്യമായിട്ടുള്ള കാര്യം. പക്ഷേ എന്നും പറഞ്ഞ് സ്വന്തം മകനെയും അച്ഛനെയും ചേർത്ത് പറയുന്ന ഈ ഒരു ഡയലോഗ് വളരെ ചെറ്റത്തരമാണ്. കാര്യം ആ കുട്ടിയാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇമ്മാതിരി ഡയലോഗ് ഒന്നും സജിന വന്ന് അടിക്കരുത്. സജിന ചെയ്തിട്ടുള്ള തോന്നിവാസങ്ങൾ എന്തൊക്കെയാണോ സ്വന്തമായിട്ട് ചിന്തിക്കുക. കുറ്റം പറയണമെങ്കിലും അല്ലെങ്കിൽ ഫിറോസിന് അഗെയിൻസ്റ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വെച്ച് സംസാരിക്കാം എന്നും പറഞ്ഞ് നിങ്ങൾ സ്വന്തം മകനെയും അച്ഛനെയൊക്കെ ചേർത്ത് വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് തെമ്മാടിത്തരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് പീഡിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ മോനെ താൻ യൂസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. താൻ ലീഗലി പോടോ. ലീഗലി പോയിട്ട് ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യാം. തൻ്റെ കുഞ്ഞിനെ കാണണമെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് പോകാം. ഇത്രയും നാൾ ഞാൻ തന്നെ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ മറച്ചു വെച്ചിട്ടില്ലല്ലോ. 2500 രൂപ ചിലവിനും തന്നിട്ട് ഒരു വർഷം കൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മേടിച്ചറിയാം. എൻ്റെ ഉമ്മയുടെ ഫോണിൽ 2500 രൂപ ചിലവിനും തന്നിട്ട് 2000 ആദ്യം അയച്ചു, പിന്നെ ഒരു 500 രൂപ കൂടെ കൂട്ടി. ഓരോ മാസം മറ്റേ വർഷത്തിൽ കൂട്ടുന്ന കണക്ക് ഓരോ 2 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം പറയാം. ഇവരുടെയൊക്കെ ഇടയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൈസയാണ്. ഫിറോസിൻ്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും സജിന ഇങ്ങനെ പോകത്തില്ലായിരുന്നു. കാര്യം അതിന് എനിക്കറിയാൻ സാധിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇവരുടെ ഒരു ബൈക്കിൻ്റെയൊക്കെ ഒരു ഫൈനാൻസ് ഉണ്ടായിരുന്നു. ബൈക്കിൻ്റെ ഫൈനാൻസിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട്, അതായത് മന്ത്ലി നമ്മൾ EMI അടയ്ക്കണമല്ലോ. EMI അടയ്ക്കാനായിട്ട് ഇവരുടെ ഫോണിൽ കിടന്ന് നമ്മുടെ ഒരു ഫ്രണ്ടാണ് വിളിക്കുന്ന സമയത്ത് പോലും ഇവർ ഫോൺ എടുക്കത്തില്ല. ഫോൺ എടുത്തിട്ട് ഒഴിഞ്ഞു മാറുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചു, ഈ പുള്ളിക്കാരനെ അറിയാമെങ്കിൽ ഒന്ന് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്, കുറേ നാളുകൾക്ക് മുന്നേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഇടയിൽ പൈസയാണ് ഏറ്റവും വലിയൊരു വിഷയം. മനസ്സിലായോ? ഇതൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ, നിങ്ങളൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്തെ ചിന്തിക്കണമായിരുന്നു.
ഇപ്പം വന്നിരുന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളിവാരി എറിയുവാണ് നീയൊക്കെ. ഒരു 6-7 മാസമായപ്പോഴത്തേക്ക് ഒരു 500 കൂടെ കൂട്ടി. തനിക്ക് വരുമാനം ഇല്ലാത്തതൊന്നുമല്ല, തനിക്ക് ജോലിയുണ്ട്, വേറെ ഭാര്യയോ മക്കളോ വേറെ ഒന്നോ അതെനിക്കറിയത്തില്ല കേട്ടോ. ഇനി അങ്ങനൊന്നും ഇല്ലല്ലോ, തനിക്ക് ഉണ്ടോയെന്ന് എനിക്കറിയത്തുമില്ല. അപ്പോൾ തനിക്ക് ഇത്ര ചിലവൊന്നുമില്ലല്ലോ, സ്വന്തം കുഞ്ഞിന് പോലും കൊടുക്കുക. എന്നിട്ട് ഞാൻ തന്നോട് സംസാരിക്കാൻ വന്നിട്ടില്ല. എൻ്റെ ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത്. അപ്പോഴും തനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ഞാൻ തന്നെ അടുത്ത് തിരക്കിക്കാനോ വന്നിട്ടില്ല. കാരണം എന്നിട്ട് ഞാൻ ഉമ്മയെടുത്ത് പറയും, എന്തിനാ ഈ നെക്കപ്പിച്ച് 2500 രൂപ മേടിച്ച് ഒരാഴ്ചത്തെ സ്നാക്സ് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നവർക്കറിയാം. ഒരാഴ്ചത്തെ സ്നാക്സ് മേടിക്കാൻ പൈസ പോലും തികയത്തില്ലത്. 2500. അപ്പോൾ എൻ്റെ ഉമ്മി പറയുന്നതാണ്, മൂത്ത കൊച്ചിനോ കൊടുക്കുന്നില്ല, അതിൻ്റെ ഉത്തരവാദിത്തം അറിഞ്ഞിട്ടില്ല, ഇവനെങ്കിലും കൊടുത്ത് 2500 കൊടുത്തിട്ട് ആ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ഒരു മനസാക്ഷി അവന് കിടക്കട്ടെ. എൻ്റെ ഉമ്മി മനസാക്ഷി കാണിച്ചു. അത് നാളെ മനുവില്ലേടോ തനിക്ക്. പിന്നെ ഞാനിപ്പം വന്ന മെയിനായിട്ട് എന്നെക്കുറിച്ച് ഇപ്പം കുറേ അലിഗേഷൻ രണ്ടാമതും കുറേ വന്നു. നിയാസാനയുടെ കാര്യം, ഫിറോസ് ഖാനും കൂടെ. ഞാൻ അങ്ങനത്തെ ഒരു വൃത്തികെട്ട രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാതെ MDMO കുറേ സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ ആ റിസൾട്ടുമായിട്ട് വരണം. അതാ ചെയ്യണ്ട. മനസ്സിലായല്ലോ? അപ്പോൾ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗം പ്രൂവ് ചെയ്യുക. ഇല്ലാത്ത വശം ഇവരെ എല്ലാവരെയും പോലീസുകാർ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്തിട്ട് ഇവർക്കൊക്കെ പ്രോപ്പറായിട്ടൊരു മെഡിക്കൽ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം വെളി വരും. ഒന്ന് ആലോചിക്കണം. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്? മെയിനായിട്ട് ലഹരിയാണ്. നിങ്ങളൊന്ന് എടുത്തു നോക്കൂ, ഒരു ദിവസം പോലും ഇല്ല ഒരു ലഹരി കേസ് പിടിക്കാത്തത്. ഇപ്പോൾ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയിട്ടിരിക്കുന്ന ഈ ടീമുകൾ, അതായത് ബിഗ് ബോസിനകത്ത് തന്നെ കുറേ ആൾക്കാരുടെ പേര് വെളിയിൽ വരുമെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. നീയൊക്കെ സത്യം പറഞ്ഞാൽ നിനക്കൊക്കെ വല്ല മാനസികമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? നീയൊക്കെ ഇതിനകത്തോട്ട് ഇത്രയും അടിമപ്പെടാനായിട്ട്? വളരെ മാന്യതയായിട്ടുള്ള മുഖങ്ങളുള്ള കുറേ ആൾക്കാരുടെ മുഖം മൂടി അഴിഞ്ഞ് വീഴാൻ തന്നെ ചാൻസ് ഉണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് ഈ ഒരു വിഷയത്തിൽ. അതായത് സജിന ഇപ്പം പറഞ്ഞു തുടങ്ങുന്ന ഈ ഒരു കാര്യത്തിൽ അങ്ങനെ വല്ലതും വെളിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നീയൊക്കെ അതും ഇതൊന്നും പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വരരുത്. ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ചിലപ്പം ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും ഇടുന്നത്. കാരണം എനിക്ക് ഇവരെയൊക്കെ പേടിയുണ്ട്. എൻ്റെ വീട്ടിൽ ഇനി എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എൻ്റെ ശരീരത്തിൽ കയറ്റി കൊണ്ട് ഇടുമോ എന്നൊക്കെ പേടിയുള്ളതുകൊണ്ട് എത്രയും വേഗം തന്നെ എന്നെ ടെസ്റ്റ് ചെയ്ത് എന്നെ അറിയാവുന്ന ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഈ വക സാധനം ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തെളിയിക്കേണ്ട കടമ എനിക്കാണ്. ചിലപ്പം ഈ വീഡിയോ ടെസ്റ്റ് ശേഷമോ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന സമയത്തോ എടുത്തോളൂ. അതിനുശേഷം എൻ്റെ ശരീരത്തിൽ എന്ത് വന്നാലും അതിനുള്ള ഫുൾ ഉത്തരവാദിത്തം ഞാൻ പോലീസ് സ്റ്റേഷനിലും എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിലോ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടോ എനിക്ക് പേടിയാണ്. കാരണം ക്രിമിനലായി. ഞാൻ ഇന്നലെ സജിനെ പറ്റി വീഡിയോ ചെയ്യുന്ന സമയത്തേ പറഞ്ഞതാണ്, സജിന ഹോസ്പിറ്റലിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, ടെസ്റ്റിൻ്റെ റിസൾട്ടുമായിട്ട് ഇനി മേ ബി വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് സജിന ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? സജിൻ്റെ ഭാഗത്തിനായുണ്ടെങ്കിൽ അത് തെളിയട്ടെ. പിന്നെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ പേരിൽ ഓരോന്ന് ആരോപിച്ചിട്ടുണ്ടല്ലോ, അവരും തെളിയിക്കട്ടെ. അവരിങ്ങനൊന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ. ഞാൻ ആരുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അൺലെസ് അതിനകത്ത് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലാതെ ആളുടെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇതെല്ലാം അലിഗേഷൻസ് ആണ്. ആളെ നമ്മുടെ പേരിലും കൊണ്ടുവന്ന് കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. മനസ്സിലായ? അപ്പോൾ അതുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ തെളിയിക്കട്ടെ. അവരുടെ ഭാഗത്തിനായ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീട്ടിലോ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടോ എനിക്ക് പേടിയാണ്. കാരണം ക്രിമിനലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അവരെന്തായാലും നെക്സ്റ്റ് അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് ടെസ്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ പോവാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റേഷനിലാണോ അതിൻ്റെ ലീഗൽ വശം എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എന്തായാലും ലീഗൽ വശമായിട്ട് തന്നെ ഞാൻ എന്നെ ടെസ്റ്റ് ചെയ്യും. ഞാൻ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും. അതുപോലെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ദിയാസന നീ വന്ന് ടെസ്റ്റ് ചെയ്യടി. അതേപോലെ തന്നെ റോഷ്നി നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. നിന്റെ ഫോട്ടോയും വെളിയിലായിട്ടുണ്ടല്ലോ, നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. ഫിറോസ് ഖാനെ എനിക്കറിയത്തില്ല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, പക്ഷേ താനും വന്ന് ചെയ്യണം ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ 3 പേരുമാണ് എന്നെക്കുറിച്ച് ഈ അലിഗേഷൻ പറഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം ഈ 3 പേര് എന്നെക്കുറിച്ച് പറയാമെങ്കിൽ അവകാശം ഉണ്ടെങ്കിൽ അവരും വന്ന് തെളിയിക്കണം. അതുകൊണ്ട് ഈ ജനങ്ങളോട് റിക്വസ്റ്റ് ഞാൻ പറയുക, നിങ്ങൾ ഈ കണ്ട ലോകത്ത് പോക്സോ കേസ് എന്ന് പറയുന്ന സാധനങ്ങളും ഇല്ലീഗലായിട്ട് നടക്കുന്ന കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് അതൊക്കെ വച്ചിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ എങ്ങനെയെങ്കിലും പോകുന്ന അത് പിടിച്ച് അറിയാതെ ഈ നാട്ടിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന സാധനങ്ങൾ, പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് പ്രായപൂർത്തിയാവാത്തൊരു കൊച്ചിനെ പീഡിപ്പിക്കുന്ന കാര്യം പറഞ്ഞത്, അത് ഈ ലോകത്ത് നടന്നോട്ടേനോ? അതേപോലെ തന്നെ എങ്കിൽ എന്തുകൊണ്ട് ഫിറോസിനെതിരെ കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നില്ല? അല്ലെങ്കിൽ പോലീസുകാരുടെ അടുത്ത് ആ പെങ്കൊച്ചിനെ കൊണ്ട് കൊടുപ്പിച്ചില്ലെങ്കിൽ പോലും സജിനയ്ക്ക് പോയി കംപ്ലയിൻറ്റ് ചെയ്യാമല്ലോ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
എൻ്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം അതായത് ഈ ഗാലറി മൊത്തം ഫിറോസിന് അഗെയിൻസ്റ്റ് ആയിട്ട് തിരിയത്തതേ ഉള്ളൂ. സജിനെ ആരും വാഴ്ത്തിപ്പാടൊന്നും വിചാരിക്കണ്ട. പക്ഷെ എന്നാൽ പോലും ഒരു മൈനറായിട്ടുള്ളൊരു കുട്ടിയുടെ തിന്മാരി വൃത്തിയുടെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ അനുഭവിക്കണം. അയാൾ ജനങ്ങൾ മനസ്സിലാക്കണം അയാളുടെ ഒരു റിയൽ ഫേസ് എന്താണെന്ന്. അത് കേസും കൊടുക്കത്തില്ല, അതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും തെളിവുകളുണ്ടോ അതും ഇടത്തില്ല. പിന്നെ വായും കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ കിടന്ന് ഡയലോഗ് അടിച്ചിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? കഞ്ചാവ്, MDM അങ്ങനെയുള്ള സാധനങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കുള്ള വിതരണം, ഇവളുമാർ ഇങ്ങനെയുള്ള ഇപ്പോൾ പറയുന്ന സോഷ്യൽ വർക്കറാണ് ഞാനെന്ന് പറഞ്ഞു. ഇവളുമാരുള്ളപ്പോൾ ആൾക്കാർ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും നാട് നശിപ്പിക്കാനും. അപ്പോൾ ഈ 2 കാര്യം ഇവിടെ നടന്നോട്ടേ എന്നാണോ നിങ്ങൾ പറയുന്നത്? സ്വന്തം മക്കൾക്ക് പോലും സേഫ്റ്റി ഇല്ലാത്ത കാലം പോലെ ആക്കി വേണോ ഇതുപോലെ? അപ്പം നിങ്ങൾ പ്രതികരിക്കേ. ഈ ചെറിയ ഈ പറഞ്ഞ കണക്ക് അവനോടെ പോയി, ഇവരോടെ പോയി, ഇങ്ങനെ പോയി, അതല്ല. ആദ്യം ഈ ലോകത്തിനെ നന്നാക്കാനുള്ള ഡ്രഗ്സ്, ഇങ്ങനത്തുള്ള സാധനങ്ങളും, പിന്നെ അതേപോലെ തന്നെ പീഡനം, പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതും, ഇത് ലോകത്തിനോട് കൊണ്ടുപോകാൻ നിങ്ങൾ. ഇനി നിങ്ങൾ എന്നെ അടുത്ത എന്തെങ്കിലും പറഞ്ഞ് എന്നെ കൊല്ലയും. ഇപ്പം ഞാനും രേണുസുതിയെ പോലെ തന്നെ എനിക്ക് ഈ കമൻറ്റ് കേട്ടപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര വിഷമവും ഡിപ്രഷനും ഉറക്കവുമില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കിടന്ന് കരച്ചിലും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ സ്ട്രോങ് ആയി. ഞാൻ ജീവിക്കൂടി. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഇനി ഏതവളമാരെ എന്നെക്കുറിച്ച് എന്ത് പിഴച്ച് മറന്നോ മറിച്ച് നടന്നോ എന്ന് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. മക്കളുടെ കാര്യമൊന്നും വന്നിരുന്ന് വിളിച്ച് കൂവല്ലേ. അതിനെപ്പറ്റിയൊക്കെ പറയാൻ നിനക്കൊക്കെ യാതൊരുവിധ യോഗ്യതയും ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. നീയൊക്കെ ജീവിക്കുകയോ MDMA അടിക്കുകയോ എന്തെങ്കിലും തേങ്ങ ചെയ്യും. ഇതൊക്കെ നാട്ടുകാർ കാണേണ്ട ഒരു അവസ്ഥ ആലോചിക്കുമ്പോഴാണ് അതിലും വലിയ ബുദ്ധിമുട്ട്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ അപരാധ കഥ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ നമുക്കൊക്കെ ഡെയിലി നമ്മൾ കണ്ടന്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതി ഈ സാധനം എടുത്ത് വെച്ച് ചെയ്യുന്നതല്ലാതെ ഇതിനകത്ത് യാതൊരു പ്രയോജനവും ഇല്ല. സ്വന്തം മക്കളെന്നൊരു ചിന്തയില്ല, വീട്ടുകാരെന്നൊരു ചിന്തയില്ല, ഒരു ചിന്തയില്ലാത്ത കുറേ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കിടക്കുക. നിനക്കൊക്കെ ജീവിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ വല്ല കേസ് കൊടുത്ത് ഡിവോഴ്സ് ആകും. ഇനി ഇതിനകത്ത് എന്തെല്ലാം അപരാധങ്ങൾ വരുമെന്ന് കണ്ടറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ ഒരൊറ്റ മനുഷ്യരും റെഡിയല്ല. ഒരു മനുഷ്യരും നല്ലവരാണെന്ന് ഒരാളുകൾ പോലും വന്ന് കമൻറ്റ് ചെയ്യരുത്. കാര്യം അമ്മാതിരി പരിപാടികളാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.